ഗസയിലെ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന സന്നദ്ധ സംഘടനകൾ. ഇന്ധനക്ഷാമം മൂലം ഒരാശുപത്രിയുടെ പ്രവർത്തനം നിലച്ചു. വെടിനിർത്തൽ രണ്ടാം ഘട്ടം ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചു. ഇടക്കാല സർക്കാർ രൂപീകരണവും സേനാ വിന്യാസവും പ്രതിസന്ധിയിലാണ്. ഹമാസ് സംഘം ബാഗ്ദാദിൽ ഇറാഖ് നേതാക്കളുമായി ചർച്ച നടത്തി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികളുടെ വീടുകൾക്ക് നേരെ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണം തുടരുകയാണ്. MC നാസർ ചേരുന്നുണ്ട് സമഗ്രമായ വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുന്നു. ഇതിനിടെ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സന്നദ്ധ സംഘടനകൾ പറയുന്നു. എന്താണ് സാഹചര്യം? പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്താണ്? ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി 2 കൊല്ലമായിട്ട് നീണ്ടിരുന്ന ഈ ഒരു യുദ്ധത്തിന്റെ കെടുതികളെ ചെറിയ തോതിലെങ്കിലും അതിജീവിക്കാൻ പലസ്തീൻ ജനതയ്ക്ക് സാധിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു പൊതുവെ രൂപപ്പെട്ടിരുന്നത്. കാരണം അത്രയും കൃത്യമായിട്ടുള്ള ചില ഫോർമുലകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒക്ടോബർ 10 മുതൽ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ ഇത്രയും നാൾ പിന്നിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ വെടിനിർത്തലിന്റെ യാതൊരു ആനുകൂല്യവും പലസ്തീൻ ജനതയ്ക്ക് ലഭ്യമായിട്ടില്ല. അതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവുകളാണ് മാനുഷിക ദുരന്തം, അതിന്റെ തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ തുടരുന്നതായിട്ടുള്ള UN റിപ്പോർട്ട്, തുടർന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നു. അവരും വ്യക്തമാക്കുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഉതകുന്ന സൗകര്യങ്ങളോ സഹായങ്ങളോ ഗസൻ ജനതയ്ക്ക് നൽകാൻ ഇനിയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. കാരണം നിത്യം ഒരു 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് കടത്തിവിടണം എന്നായിരുന്നു ഈ കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. പക്ഷേ 200-ന് ചുവടെ ട്രക്കുകൾ മാത്രമാണ് ശരാശരി സ്വഭാവത്തിൽ ഇപ്പോൾ ഗസയിലേക്ക് എത്തുന്നത്. അതിൽ തന്നെയും വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് എത്തിക്കുന്നത്. ഭക്ഷണവും വെള്ളവും മരുന്നും മാത്രമല്ല, അടിസ്ഥാനമായിട്ടുള്ള ഒരു താൽക്കാലിക താമസ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങൾ, ഇന്ധനം എന്നിവ ഉൾപ്പെടെയുള്ള ഏറ്റവും അടിസ്ഥാന ഒരു ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആ സംവിധാനങ്ങൾ പോലും നൽകാൻ ഇസ്രായേൽ നേതൃത്വം വിസമ്മതിക്കുകയാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അത് ശക്തമായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഗസൻ ജനത മുന്നോട്ട് പോകുന്നത് എന്നാണ് ഏറ്റവും പുതിയ അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളുടെയും സന്നദ്ധ ഏജൻസികളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ഇതിനെ മറികടക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പോലും ഇല്ല. കാരണം ഇന്ന് അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുമായി ബന്ധപ്പെട്ട അല്ലൗദ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചതായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. കാരണം അവിടെ നടക്കേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസുകളും പിന്നെ തങ്ങൾക്കത് നിർവഹിക്കാനുള്ള ഇന്ധനം ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചതോടുകൂടി പരിക്കേറ്റവരും അല്ലാത്തതുമായിട്ടുള്ള ആയിരങ്ങളാണ് ഇപ്പോൾ നരകിക്കുന്നൊരവസ്ഥ ആ ഒരൊറ്റ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളത്. ഗസയിലുടനീളം ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഈ ഇന്ധനം നൽകാൻ ഇനിയും ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. താൽക്കാലിക താമസ സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന ആ അഭ്യർത്ഥനയും നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. നാസർ, ഇങ്ങനെ ആക്രമണം ശക്തമാകുന്നതിനിടയിൽ ആശുപത്രികളുടെ പ്രവർത്തനം അടക്കം നിശ്ചലമാകുന്ന ഒരു സാഹചര്യം അതീവ ഗുരുതരാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ മറ്റ് രാജ്യങ്ങളുടെ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലായി ഗസയ്ക്ക് നൽകിയ സഹായം നമ്മൾ കണ്ടതാണ്. അങ്ങനെ മറ്റു രാജ്യങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്? ഇതിന് പല രാജ്യങ്ങളും UAE-യും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി സേവനങ്ങൾ, സഹായങ്ങൾ എത്തിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ട്രക്കുകൾ ഇപ്പോൾ പോലും റഫ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ്. പക്ഷേ ആ റഫ അതിർത്തി ഒക്ടോബർ 10-നോടുകൂടി തുറക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പല സാങ്കേതിക വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലും ആ റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. കാരണം അതിർത്തി വേണമെങ്കിൽ ഈജിപ്തിലേക്കുള്ള ഭാഗത്ത് തുറക്കാം, പലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് പോകാം, പക്ഷെ അവർക്ക് ഒരിക്കലും തന്നെ മടങ്ങി വരാൻ അനുമതി ഉണ്ടാകില്ല എന്ന ഒരു നിർദ്ദേശമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അർത്ഥം ഫലസ്തീനികളെ ഈജിപ്തിലേക്കോ മറ്റോ പുറന്തള്ളുക എന്ന നേരത്തെയുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത്തരമൊരു ആനുകൂല്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അത് ഫലസ്തീൻ ജനതയും അതോടൊപ്പം തന്നെ ഫലസ്തീൻ കൂട്ടായ്മകളും നിഷേധിക്കുകയായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000 പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെങ്കിലും ഗസക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവർക്ക് ഏറ്റവും വിദഗ്ധ ചികിത്സ വിവിധ രാജ്യങ്ങളിൽ നൽകേണ്ടതുണ്ട്. പല ഗൾഫ് അറബ് രാജ്യങ്ങളും അതിന് സന്നദ്ധത അറിയിച്ചതാണ്. പക്ഷെ അവരെ കൊണ്ടുപോകാനുള്ള ഒരു അനുമതി ഇപ്പോൾ പോലും ഇസ്രായേൽ നൽകിയിട്ടില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ഫലസ്തീൻ ജനതയെ ഈ ദുരിതപർവ്വത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം. അവർക്ക് ഗത്യന്തരമില്ലാതെ അവർക്ക് ഗസ വിടാനുള്ള ഒരു അവസരം രൂപപ്പെടുത്തുക, അങ്ങനെ ഗസയിൽ നിന്ന് ഫലസ്തീൻ വിമുക്തമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്ന ഒരു കൊളോണിയൽ അജണ്ട തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ജനജീവിതം ദുസ്സഹമാകുന്ന നടപടികൾ ഇസ്രായേൽ
ഇസ്രായേൽ കടുപ്പിക്കുകയാണ് നാസർ. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഗസയിൽ ഏതൊക്കെ ഭാഗത്താണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുള്ളത്? ഏറ്റവും പുതിയ ആക്രമണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ദീന ഖാൻ യൂനിസിലും അതോടൊപ്പം തന്നെ റഫയിലുമാണ് ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ വ്യോമാക്രമണവും നടന്നിരിക്കുന്നത്. 2 പേർ മരണപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ആക്രമണ പരമ്പരകൾ തുടരുകയാണ്. കാരണം ഈ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ 900 തവണയാണ് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 412 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 1200-ലധികം ഫലസ്തീനികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് ഈ വെടിനിർത്തൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതിനൊക്കെ ഉത്തരവാദികൾ ഹമാസ് ആണെന്ന ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. പക്ഷേ എന്തായാലും വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അമേരിക്ക സമർപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസുമായിട്ടും ഇസ്രായേലുമായിട്ടും പരോക്ഷ സ്വഭാവത്തിലുള്ള അനൗപചാരിക സ്വഭാവത്തിലുള്ള ആശയവിനിമയം തുടരുന്നുണ്ട്. എന്തായാലും ജനുവരിയോടുകൂടി തന്നെ ഈ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ കൂടിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രയോഗതലത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരണം അതോടൊപ്പം തന്നെയാണ് അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം. ഈ 2 പ്രധാന കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ജനുവരിയോടുകൂടി 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരും എന്ന കാര്യത്തിലുള്ള ആ ചോദ്യത്തിനും ഒരു തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകാൻ മധ്യസ്ഥ രാജ്യങ്ങൾക്കോ അമേരിക്കക്കോ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. ജിന. ശരി നാസർ, ഏതായാലും ഗസയിലെ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത്. ഇന്ധനക്ഷാമം മൂലം ഒരു ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചു. ഏതായാലും 2ാം ഘട്ട വെടിനിർത്തൽ ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്ക പറയുന്നത്. വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. റിയാദിൽ പുതിയ വ്യവസായ മേഖലാ പദ്ധതിയുമായി സൗദി അറേബ്യ ഫാക്ടറികൾ നിർമ്മിച്ച് വാടകയ്ക്ക് ലഭ്യമാക്കുന്നതടക്കം നിക്ഷേപകർക്കായി പ്രത്യേക പദ്ധതികളും തയ്യാറാക്കും. വ്യവസായ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലാണ് വ്യവസായ മേഖലയ്ക്കായി വിവിധ വികസന പദ്ധതികൾ. ഇതിനായി 2 കോടി ചതുരശ്ര മീറ്റർ ഭൂമി അനുവദിച്ചു. വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖുറൈഫാണ് ഇക്കാര്യം അറിയിച്ചത്. 8ാമത് റിയാദ് ഇൻഡസ്ട്രിയൽ കൌൺസിലിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രത്യേക പിന്തുണയോടെയായിരിക്കും പദ്ധതി. നിലവിൽ റിയാദിൽ വ്യവസായ മേഖലയുടെ വികസനത്തിനായുള്ള ഭൂമിയുടെ ലഭ്യത കുറവുണ്ട്. പുതിയ പ്രഖ്യാപനത്തിലൂടെ നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരമാകും. 236 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാവസായിക മേഖലകൾ വികസിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ബിൽഡ് ടു സ്യൂട്ട് ഫാക്ടറി എന്ന പുതിയ പദ്ധതിയും മന്ത്രാലയം ഉടൻ ആരംഭിക്കും. നിക്ഷേപകരുടെ താൽപര്യത്തിനനുസരിച്ച് ഫാക്ടറികൾ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകുന്ന പദ്ധതിയാണിത്. നിക്ഷേപകർക്ക് ഇതിലൂടെ ഫാക്ടറി നിർമ്മാണത്തിലുള്ള വലിയ തുക ലാഭിക്കാനാകും. സൗദിയെ ലോകത്തെ പ്രധാന വ്യവസായ കേന്ദ്രമാക്കി മാറ്റുക, വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക, ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുക, നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് തീരുമാനം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് പതിക്കാത്ത എനർജി ഡ്രിങ്കുകൾ നിരോധിച്ചു. ജനുവരി 1 മുതൽ DTS പതിപ്പിക്കാത്ത എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും വിൽക്കാനോ വിപണിയിൽ വിതരണം ചെയ്യുവാനോ പാടില്ല എന്നും ടാക്സ് അതോറിറ്റി അറിയിച്ചു. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അവയിൽ DTS ലേബൽ പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾ നിർബന്ധമായി പരിശോധിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. ഒമാനിൽ TDS പതിപ്പിക്കാത്ത എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും ജനുവരി 1 മുതൽ വിൽക്കാനോ വിപണിയിൽ വിതരണം ചെയ്യാനോ പാടില്ലെന്ന് ടാക്സ് അതോറിറ്റി അറിയിച്ചു. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത എനർജി ഡ്രിങ്കുകളുടെയും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി കഴിഞ്ഞ ജൂണിൽ തന്നെ നിരോധിച്ചിരുന്നുവെന്ന് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ആവശ്യമായ സ്റ്റാമ്പില്ലാത്ത അത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയോ വിതരണമോ തടയുന്ന നടപടി പ്രാദേശിക വിപണിയിൽ കൂടി നടപ്പിലാക്കുകയാണ് അതോറിറ്റി. ദേശീയ എക്സൈസ് നികുതി സംവിധാനത്തിന്റെ ഭാഗമാണ് ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ്. ഇത് ഉൽപ്പന്നങ്ങളുടെ ആധികാരികത, ഗുണനിലവാരം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം നികുതി നയങ്ങൾ പാലിക്കുന്നതും അനധികൃത വ്യാപാരം തടയുന്നതിനും ലക്ഷ്യമിടുന്നതാണ്. എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് മുമ്പ് അവയിൽ TDS ലേബൽ പതിച്ചിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾ നിർബന്ധമായും പരിശോധിക്കണമെന്ന് ടാക്സ് അതോറിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. നിശ്ചിത TDS പരിശോധന സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്റ്റാമ്പിന്റെ സാധുത സ്ഥിരീകരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. മീഡിയ 1, മസ്കത്ത്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുവൈത്തിൽ എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പനയ്ക്കും വിതരണത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദിയാണ് പുറപ്പെടുവിച്ചത്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പന നിരോധിച്ചു. ഒരാൾക്ക് ദിവസേന പരമാവധി 2 ക്യാനുകൾ മാത്രമാണ് അനുവദിക്കുക. റെസ്റ്റോറന്റുകൾ, കഫേകൾ, പലചരക്ക് കടകൾ, ഫുഡ് ട്രക്കുകൾ, വെൻഡിംഗ് മെഷീനുകൾ, ഡെലിവറി ടേക്ക് അവേ
പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ബഹ്റൈൻ സമ്പദ് വ്യവസ്ഥ 5 ഇരട്ടി വളർച്ച കൈവരിച്ചതായി ദേശീയ സാമ്പത്തിക അണ്ടർ സെക്രട്ടറി മറിയം അൽ അൻസാരി. 2000ന്റെ തുടക്കത്തിൽ ഏകദേശം $9 ബില്യൺ ആയിരുന്ന GDP 2024 അവസാനത്തോടെ $47 ബില്യൺ അധികമായി ഉയർന്നുവെന്ന് മറിയം അൽ അൻസാരി വ്യക്തമാക്കി. ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും ബഹ്റൈൻ കൈവരിച്ച പുരോഗതിയാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നതെന്നും ദേശീയ സാമ്പത്തിക അണ്ടർ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഗുരുതരമായ ആരോഗ്യ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈത്തിൽ 15 സ്വകാര്യ ഫാർമസികളുടെ ലൈസൻസുകൾ റദ്ദാക്കി. 1996 ആരോഗ്യ നിയമം ലംഘിച്ചതാണ് നടപടി സ്വീകരിക്കാൻ കാരണമായതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പരിശോധനയിൽ അനധികൃത മരുന്ന് വിതരണം ഉൾപ്പെടെയുള്ള ഗുരുതര വീഴ്ചകൾ കണ്ടെത്തി. ഫാർമസികൾക്കെതിരെ അന്തിമ നടപടികൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ആദ്യ താമസാനുമതിയും റെസിഡൻസി പെർമിറ്റ് മാറ്റവും ഇനി ഓൺലൈനായി ചെയ്യാനാകുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പുതിയ 2 ഇലക്ട്രോണിക് സേവനങ്ങൾ ആരംഭിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് വഴി റെസിഡൻസ് അഫയേഴ്സുമായി വകുപ്പുമായി ഏകോപിപ്പിച്ചാണ് സേവനം നടപ്പാക്കിയത്. മക്കയിൽ വിന്റർ സീസണൽ പരിപാടികൾക്ക് തുടക്കമായി. സാംസ്കാരിക വിനോദ പരിപാടികൾ സീസണിന്റെ ഭാഗമായി അരങ്ങേറും. വിവിധ സർക്കാർ വകുപ്പുകളും സ്വകാര്യ മേഖലയും ചേർന്നാണ് സീസൺ പരിപാടികൾ ഒരുക്കുന്നത്. മക്കയിലെ മികച്ച ശീതകാലാവസ്ഥയെ പ്രയോജനപ്പെടുത്തിയാണ് സീസൺ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സാംസ്കാരിക പൈതൃകവും വിനോദ പരിപാടികളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതാണ് മക്ക വിന്റർ സീസൺ. هذا بفضل الله والحمد لله لذلك سأرعى هذه العين ما حييت وبعد مماتي. യുവതലമുറക്കും സന്ദർശകർക്കും തീർത്ഥാടകർക്കും മക്കയുടെ ചരിത്രവും സംസ്കാരവും അടുത്തറിയാൻ സഹായിക്കുന്ന പ്രദർശനങ്ങളുമുണ്ട്. ഐൻ സുബൈദ ഫെസ്റ്റിവൽ ഉൾപ്പെടെ വിവിധ പരിപാടികൾ സീസണിന്റെ ഭാഗമാവും. സംരംഭകർക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവതരിപ്പിക്കാൻ അവസരം നൽകുക വഴി പ്രാദേശിക സാമ്പത്തിക ഉണർവും ലക്ഷ്യമിടുന്നുണ്ട്. 2026 ഏപ്രിൽ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന സീസണിൽ പരിപാടികളിൽ 8 ലക്ഷത്തിലധികം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, മക്ക. വ്യത്യസ്ത രാജ്യക്കാരുടെ ആഘോഷമായി മീഡിയ 1 ടീ ടൈം ദോഹ റൺ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലേറെ അത്ലറ്റുകൾ റേസിൽ പങ്കെടുത്തു. ദോഹ റണ്ണിന്റെ 3ാം എഡിഷനാണ് സമാപിച്ചത്. മുതിർന്നവർക്കായി 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ കാറ്റഗറികളിലായാണ് മത്സരം അരങ്ങേറിയത്. 7 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ളവർക്കായി 2.5 കിലോമീറ്ററിൻ്റെ ജൂനിയർ കാറ്റഗറി, 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി 800 മീറ്ററിൻ്റെ മിനി കിഡ്സ് കാറ്റഗറി മത്സരങ്ങളും അരങ്ങേറി. വിദേശികൾ അടക്കമുള്ളവർ വിവിധ ഭാഗങ്ങളിൽ ചാമ്പ്യന്മാരായി. പരിപാടിയും സംഘാടനവും ഏറെ മികച്ചതായിരുന്നുവെന്ന് റണ്ണർമാർ അഭിപ്രായപ്പെട്ടു. This is the 3rd time here in the race. Alhamdulillah, I feel good. Yeah, 24 minutes to 5K. First time, it's okay. Yassin, Tunisia. Wallah, it was a good race, well organized. We did a competitive 5K. All right, we had some objectives, but maybe during the last hill, everybody was surprised with the hill, so we fell a bit low. അനസ് വയനാട് കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റായിട്ടാണ് ഈ 58 ഏജിലേക്ക് ട്രൈ ചെയ്യുന്നത്. സ്പ്രിൻറ്റ് സാധാരണ നമ്മൾ നാഷണൽ സ്റ്റേറ്റൊക്കെ അടിക്കാറുണ്ട്, പക്ഷേ മാരത്തോൺ ഒരു നല്ല അനുഭവമായിരുന്നു. കുറേ ഈവൻസിൽ പങ്കെടുത്തതിന് ഇത്ര ഓർഗനൈസ് ആയിട്ടൊരു പരിപാടി ദോഹയിൽ കഴിഞ്ഞ സ്പോർട്ടീവ് കഴിഞ്ഞാൽ ഇപ്പോഴാണ് വളരെ ഓർഗനൈസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ജേതാക്കൾക്കുള്ള മെഡലുകളും സമ്മാനങ്ങളും ISC ജനറൽ സെക്രട്ടറി ഹംസ യൂസുഫ്, ICC അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ PN ബാബുരാജൻ, ICBF വൈസ് പ്രസിഡന്റ് റഷീദ് അഹമ്മദ്, മീഡിയ 1 GCC ജനറൽ മാനേജർ സവാബ് അലി, മാധ്യമം മീഡിയ 1 മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം ഒമശ്ശേരി, ISC അംഗം അസീം തുടങ്ങിയവർ വിതരണം ചെയ്തു. മീഡിയ 1 ദോഹ.
ഗൾഫ് മാധ്യമം സൗദിയിലെ ദമാമിൽ സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരളയ്ക്ക് പ്രൗഢമായ തുടക്കം. ചലച്ചിത്ര താരങ്ങളുടെയും പിന്നണി ഗായകരുടെയും അകമ്പടിയോടെ ആരംഭിച്ച പരിപാടിയെ പ്രേക്ഷകർ കരഘോഷത്തോടെ സ്വീകരിച്ചു. ഗായകൻ MG ശ്രീകുമാറിന്റെ 42 വർഷത്തെ സംഗീതയാത്രയുടെ ആഘോഷം കൂടിയാണ് ഇത്തവണത്തെ ഹാർമോണിയസ് കേരള. ഗൾഫ് മാധ്യമം സൗദിയിലെ ദമാമിൽ സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരളയുടെ പരിപാടികൾക്ക് ദമാമിലെ ഗ്രീൻ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് ഗൾഫ് മാധ്യമം ഗ്ലോബൽ ഹെഡ് പങ്കുവെക്കുന്നത്. സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ആരവം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അർജുൻ അശോകനും പാർവതിയും MG ശ്രീകുമാറും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം തന്നെ നമ്മുടെ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ദമാമിലെ ആദ്യത്തെ എഡിഷൻ്റെ ഒരു പ്രോഗ്രാം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ആത്മാവ് ഒരു മിയർ എന്തോ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ മാത്രമല്ല ഇവിടെ നടക്കുന്നത്. സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ആഘോഷം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒഴുകിയെത്തിയത്. ദമാമിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ അപ്പുറത്തേക്ക് ഈ മനോഹരമായ ഈ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ ഇത്തരം അനുഭവ സമൃദ്ധമായ ഒരു പ്രോഗ്രാം ഒരുക്കാൻ കഴിഞ്ഞതിൽ ഇപ്പോൾ തന്നെ അഭിമാനമുണ്ട്. പ്രോഗ്രാമിൻ്റെ തുടക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നിയത് പോകെ പ്രോഗ്രാമിൻ്റെ കണ്ടന്റുകളിൽ ആളുകൾ ഉൾക്കൊള്ളുന്നതും അതിൻ്റെ ഒരു അലയൊലിയുമാണ് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു പക്ഷേ ദമാം ഈസ്റ്റേൺ പ്രോവിൻസിൽ നടക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഇന്ത്യൻ ഷോ തന്നെയായിട്ട് ഇത് മാറുമെന്നാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രീൻ സ്പോർട്സ് സിറ്റിയിൽ ഇത്തരം ഒരു പരിപാടി അരങ്ങേറുന്നത്. ഒരു എക്സ്പാറ്റിൻ്റെ ഒരു ഫോറിൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രോഗ്രാം ഇവിടെ അരങ്ങേറുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഇവിടുത്തെ കാണികളുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഒരു സമയത്ത് കാലാവസ്ഥയുടെയും ഒക്കെയുള്ളൊരു സമയത്ത് ഇത്ര മനോഹരമായൊരു വേദിയിൽ നടപ്പാക്കാൻ കഴിയുന്നു. ക്രിസ്മസ് കഴിഞ്ഞ ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച, രണ്ടാമത്തത് ന്യൂ ഇയറിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 4 നൂറ്റാണ്ട് കഴിഞ്ഞ് 26ലേക്ക് ചുവട് വെക്കുന്ന ഈ സമയത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ആശയസമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരുക്കാൻ കഴിഞ്ഞുള്ള ആത്മനിർവൃതി കൂടി ഗൾഫ് മാധ്യമത്തോടൊപ്പം ഇവിടെയുള്ള ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഗൾഫ് മാധ്യമത്തിൻ്റെ പരിപാടി വളരെ ഗംഭീരമായ രീതിയിൽ പ്രൗഢമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. ചലച്ചിത്ര പിന്നണി ഗായകന്മാരും ചലച്ചിത്ര പിന്നണി ഗായകരും അതുപോലെ തന്നെ ചലച്ചിത്ര നടന്മാരും വേദിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവേശത്തിലാണ് ദമാമിലെ പ്രവാസി സമൂഹം പരിപാടിയെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. ദമാമിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജു പൂതക്കുളത്തോടൊപ്പം നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1. ജിദ്ദയിൽ മികച്ച ആരോഗ്യവും ജീവിത നിലവാരവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ക്യാമ്പയിന് തുടക്കം കുറിച്ച് ജിദ്ദ മുനിസിപ്പാലിറ്റി. ജിദ്ദ വാക്സ് എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിന്റെ 2ാം എഡിഷന് ഇന്ന് തുടക്കമാകും. ആരോഗ്യ കായിക മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി. താമസക്കാർക്കിടയിലെ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ. ജിദ്ദ ഗവർണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടി നഗരത്തിലെ പ്രധാന നടപ്പാതകൾ കേന്ദ്രീകരിച്ചാണ് നടപ്പിലാക്കുക. 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാകും നടത്തം സംഘടിപ്പിക്കുക. എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ വിനോദ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമാവും. വാക്കിംഗ് ചലഞ്ച് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ജിദ്ദയെ ഒരു നടത്ത സൗഹൃദ നഗരമാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. വിഷൻ 2030ന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മീഡിയ 1 ജിദ്ദ. പുതുവർഷത്തെ വരവേൽക്കാൻ ദുബായ് നഗരത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. ദുബായിലെ 40 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ വെടിക്കെട്ട് ഒരുക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കാൻ 10,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരും 1,600-ലേറെ പട്രോളിംഗ് വാഹനങ്ങളും രംഗത്തുണ്ടാകും. ഡിസംബർ 31 വൈകുന്നേരം 4 മുതൽ ബുർജ് ഖലീഫ പരിസരത്തെ റോഡുകൾ അടച്ചു തുടങ്ങും. ബുർജുൽ അറബ്, അറ്റ്ലാന്റിസ്, പാം ജുമൈറ, ഐൻ ദുബായ്, ഗ്ലോബൽ വില്ലേജ്, ദുബായ് ഫ്രെയിം, എക്സ്പോ സിറ്റി, പിന്നെ ലോകം ഉറ്റുനോക്കുന്ന ബുർജ് ഖലീഫ എന്നിങ്ങനെ 40 കേന്ദ്രങ്ങളിൽ 43 വെടിക്കെട്ട് പ്രദർശനങ്ങളാണ് പുതുവർഷ രാവിൽ ദുബായ് നഗരത്തെ വർണ്ണാഭമാക്കുക. ഡിസംബർ 31 വൈകുന്നേരം 4 മുതൽ ബുർജ് ഖലീഫ പരിസരത്തേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും. രാത്രി 11 മണിയോടെ ദുബായ് രാജവീതിയായ ഷെയ്ഖ് സായിദ് റോഡും അടക്കും. വൈകുന്നേരം 5 ബുർജ് ഖലീഫ ദുബായ് മാൾ മെട്രോ സ്റ്റേഷനും അടച്ചിടും. ആഘോഷവേദിയിലേക്കെത്താൻ സമീപത്തെ മറ്റ് മെട്രോ സ്റ്റേഷനുകളിൽ ഇറങ്ങാനാണ് ദുബായ് RTA നിർദ്ദേശം. സെൻട്രൽ പോയിന്റ്, ഇത്തിസലാത്ത്, നാഷണൽ പെയിൻസ്, ജുമൈറ, ഗോൾഫ് എസ്റ്റേറ്റ് തുടങ്ങിയ മെട്രോ സ്റ്റേഷനുകളുടെ പാർക്കിങ്ങിൽ
വാഹനം നിർത്തിയിട്ട് മെട്രോയിൽ ആഘോഷവേദിയിലെത്തണം. ദുബൈ വാട്ടർ കനാലിന് കുറുകെയുള്ള കാൽനടപാതകൾ, അവിടേക്കുള്ള ലിഫ്റ്റുകൾ എന്നിവ പ്രവർത്തിപ്പിക്കില്ല. ദുബൈ മെട്രോ 43 മണിക്കൂർ തുടർച്ചയായി സർവീസ് നടത്തും. ഡിസംബർ 31 രാവിലെ 5 മുതൽ ജനുവരി 1 രാത്രി 12 വരെയാണ് മെട്രോ നിർത്താതെ സർവീസ് നടത്തുക. ദുബൈ ട്രാമും 43 മണിക്കൂർ യാത്രക്കാരെ കൊണ്ടുപോകും. അൽവാസൽ ക്ലബ്ബ്, അൽ കിഫാഫ് എന്നിവിടങ്ങളിൽ ബദൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. ഇവിടെ നിന്ന് ആഘോഷവേദിയിലേക്ക് പോകാനും വരാനും RTA സൗജന്യ ബസ് സർവീസ് ഉണ്ടാകും. ബുർജ് ഖലീഫ പരിസരത്തോട് ചേർന്ന് കിടക്കുന്ന ഷെയ്ഖ് സായിദ് റോഡ്, അൽ ഖൈൽ റോഡ്, അലൈൻ റോഡ്, ഊദുമേത്ത റോഡ് എന്നിവിടങ്ങളിൽ വാഹനം നിർത്തിയിടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് RTA അറിയിച്ചു. പൊതുബസ്സുകൾ മാത്രമാണ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ടാക്സി പാർക്കിംഗ്, ബദൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അനുവദിക്കുക. അൽവാസൽ ക്ലബ്ബ്, അൽ കിഫാഫ് എന്നിവിടങ്ങളിലായിരിക്കും ടാക്സികളുടെ പാർക്കിംഗ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ നേരത്തെ തന്നെ ബുർജ് ഖലീഫ പരിസരത്ത് നിന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മടങ്ങണം. ഇവർക്ക് അൽമുറൂജ് സിസ്വാട്ടൽ പരിസരത്ത് നിന്ന് ബദൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് സൗജന്യ ബസ് സർവീസ് ഉണ്ടാകും. മീഡിയ 1 ദുബായ്. സൗദിയുടെ സാംസ്കാരിക പെരുമ ഉയർത്തിക്കൊണ്ട് ഈ വർഷത്തെ ജീസാൻ ഫെസ്റ്റിവലിന് പ്രൗഢഗംഭീര തുടക്കം. പരമ്പരാഗത സൗദി കലാ, കായിക, സാംസ്കാരിക പരിപാടികളുടെയും ആധുനിക സംവിധാനങ്ങളുടെയും സമ്മേളനമായിരിക്കും ഫെസ്റ്റ്. സൗദി ടൂറിസം അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ. സൗദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ പ്രദേശമാണ് ജീസാൻ. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് ജീസാൻ ഫെസ്റ്റ്. സാംസ്കാരിക വൈവിധ്യവും പ്രകൃതി ഭംഗിയും പരമ്പരാഗത കലാ, കായിക, സാംസ്കാരിക പരിപാടികളും ഇവിടെ ഒരുമിക്കും. വൈവിധ്യമാർന്ന കലാപരിപാടികൾ, അത്യാധുനിക കലാസൃഷ്ടികൾ എന്നിവയാൽ സമ്പന്നമാണ് ഫെസ്റ്റിവൽ. എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാനാവുന്ന രീതിയിലാണ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. മേഖലയിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക, പൈതൃകം, സംസ്കാരം തുടങ്ങിയവ ഉയർത്തിക്കാട്ടുക, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. ഫെസ്റ്റിവലിൽ വിവിധ ഗവർണറേറ്റുകളുടെ പങ്കാളിത്തത്തോടെയുള്ള ഫോക്ലോർ പ്രകടനങ്ങളും കായിക മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈക്ലിംഗ് ഇവന്റുകളും ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റികളും സന്ദർശകർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കും. പൈതൃകവും ആധുനികതയും ഒത്തുചേരുന്ന ഈ വലിയ ഉത്സവം വരും മാസങ്ങളിലും സന്ദർശകർക്കായി തുറന്നിരിക്കും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിലെ തുമ്രൈത്തിൽ വാർഷിക ഒട്ടക സൗന്ദര്യ മത്സരത്തിന് തുടക്കമായി. ഒട്ടകപ്പാൽ കറക്കൽ, സൗന്ദര്യ മത്സരങ്ങൾ, ഒട്ടക ഓട്ട മത്സരങ്ങൾ എന്നിവയും 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയോടനുബന്ധിച്ചുണ്ടാകും. തുമ്രൈത്ത് വാലി ഓഫീസ് സംഘടിപ്പിക്കുന്ന മത്സരത്തിന്റെ 26ാമത് പതിപ്പാണിത്. ഒമാനിലെ വിവിധ വിലായത്തുകളിൽ നിന്നുള്ള ഒട്ടക ഉടമകളുടെയും ബ്രീഡർമാരുടെയും ഒട്ടകങ്ങളുമായി മത്സരത്തിന് എത്തും. ഒമാനി ഒട്ടകം, മജാഹിം ഒട്ടകം, പ്രാദേശിക ഒട്ടകം എന്നിവയുടെ 6 റൗണ്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക. 1ാം സ്ഥാനം മുതൽ 10ാം സ്ഥാനം വരെ സ്ഥാനം നേടുന്ന ഒട്ടകങ്ങളുടെ ഉടമകൾക്ക് സമ്മാനങ്ങൾ നൽകും. UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് ഔദ്യോഗിക സന്ദർശനത്തിനായി പാകിസ്ഥാനിലെത്തി. ഇസ്ലാമാബാദിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തികം, നിക്ഷേപം, വികസനം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ബന്ധം ശക്തമാക്കാൻ ചർച്ചകളിൽ ധാരണയായെന്ന് UAE വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിലെ ഫൈലാഗ ദ്വീപിൽ നിന്ന് അപൂർവമായ നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തിയതായി നാഷണൽ കൌൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആൻഡ് ലൈറ്റേഴ്സ് അറിയിച്ചു. ദ്വീപിന്റെ മധ്യഭാഗത്തുള്ള അൽ ഗുസൂർ മൊണാസ്ട്രിയിൽ നിന്നാണ് സിറിയക് ലിപിയിൽ ആലേഖനം ചെയ്ത മൺപാത്രങ്ങൾ, നാണയങ്ങൾ, ഉമയ്യദ്, ആദ്യകാല അബ്ബാസിദ് കാലഘട്ടങ്ങളിലെ തെളിവുകൾ എന്നിവ കണ്ടെത്തിയത്. കുവൈത്ത് ഫ്രഞ്ച് സംയുക്ത ദൌത്യസംഘം നടത്തിയ ഖനനത്തിൽ വലിയ വാസ്തുവിദ്യാവശിഷ്ടങ്ങൾ, കൃത്രിമ ബസാൾട്ടിന്റെ ആദ്യകാല ഉദാഹരണങ്ങൾ, സിറിയക് ലിപിയിലുള്ള മൺപാത്രങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഫൈലാഗ ദ്വീപിൽ കിഴക്കൻ സിറിയക് പാരമ്പര്യം പിന്തുടരുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നതായാണ് വിലയിരുത്തൽ.
2011 മുതൽ തുടരുന്ന ഖനനങ്ങളിൽ ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ 9-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ നിലനിന്നിരുന്ന ഒരു സന്യാസവാസ കേന്ദ്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കുവൈറ്റ് സർവകലാശാലയിലെ പ്രൊഫസർ ഹസൻ അഷ്കനാനി പറഞ്ഞു. ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ നിന്ന് ആദ്യകാല ഇസ്ലാമിക ഘട്ടത്തിലേക്കുള്ള ചരിത്രപരമായ പരിവർത്തനത്തെ ഈ കണ്ടെത്തൽ വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈനംദിന സാമ്പത്തിക മതജീവിതത്തെക്കുറിച്ചുള്ള അപൂർവ വിവരങ്ങൾ നൽകുന്ന സിറിയക് പേർഷ്യൻ ലിപികളിലുള്ള ശിലാലിഖിതങ്ങൾ, നാണയങ്ങൾ, അലങ്കരിച്ച സുഗന്ധദ്രവ്യ കുപ്പികൾ, ഭക്ഷ്യസംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവയും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. വലിയൊരു പള്ളി, ഭക്ഷണശാല, വിപുലമായ പാചക സമുച്ചയം എന്നിവയുൾപ്പെട്ട ആശ്രമ സമുച്ചയവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആദ്യകാല ഇസ്ലാമിക കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ ഇസ്ലാമിക സഹവർത്തിത്വത്തിന്റെ വ്യക്തമായ തെളിവുകളാണെന്ന് ഫ്രഞ്ച് മിഷൻ സൂപ്പർവൈസർ ഡോക്ടർ ജൂലി ബോണറിക് പറഞ്ഞു. മീഡിയ 1 കുവൈത്ത്. കുവൈത്തിലെ ഫൈലാക്കോ ദ്വീപിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ ആദ്യകാല ക്രിസ്ത്യൻ ഇസ്ലാമിക സഹവർത്തിത്വത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി ഗവേഷകർ അറിയിച്ചു. ഗുസൂർ മഠത്തിൽ കുവൈത്ത് ഫ്രഞ്ച് സംയുക്ത ദൌത്യം നടത്തിയ ഖനനങ്ങളിൽ സിറിയക് ലിപിയിലുള്ള മൺപാത്രങ്ങൾ ഉൾപ്പെടെ ഉമ്മയ്യദ്, ആദ്യകാല അബ്ബാസിദ് കാലഘട്ടങ്ങളിലെ പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 7-ാം മുതൽ 9-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഒരു ക്രിസ്ത്യൻ സന്യാസവാസ സ്ഥലത്തിന്റെ തെളിവുകളാണ് ഖനനങ്ങളിൽ നിന്ന് ലഭിച്ചത്. വലിയ പള്ളി, ഭക്ഷണശാല, പാചക സമുച്ചയം എന്നിവ ഉൾപ്പെടുന്ന ഈ മഠം ആദ്യകാല ഇസ്ലാമിക കാലഘട്ടത്തിൽ മതങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന സമാധാനപരമായ സഹവർത്തിത്വം വ്യക്തമാക്കുന്നതാണെന്ന് ഗവേഷകർ പറഞ്ഞു. ജിദ്ദ ഹിസ്റ്റോറിക് ഹജ്ജ് റൂട്ട് സന്ദർശകർക്കായി തുറന്നു നൽകി. പഴയ ഹജ്ജ് യാത്രകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ചരിത്ര ഹജ്ജ് പാത. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഹജ്ജിനായി ജിദ്ദയിലൂടെ മക്കയിലേക്ക് യാത്ര ചെയ്തിരുന്ന തീർത്ഥാടകരുടെ പാത പുനരാവിഷ്കരിക്കുകയാണ് ചരിത്ര ഹജ്ജ് പാത. സൗദിയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ചരിത്ര നഗരമായ ജിദ്ദ ഹിസ്റ്റോറിക് ഹജ്ജ് റൂട്ട് പദ്ധതിയുടെ 1-ാം ഘട്ടമാണിത്. ബാബ് അൽ ബന്ദിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അൽഷൂന പുരാവസ്തു കേന്ദ്രം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ്, ബൈത്ത് നസീഫ്, അലവി മാർക്കറ്റ് തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളും പള്ളികളും വഴിയാണ് യാത്ര. ചരിത്ര സ്മാരകങ്ങളും പള്ളികളും സന്ദർശിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. വിശുദ്ധ നഗരമായ മക്കയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം എന്ന നിലയിൽ ജിദ്ദയുടെ പങ്കിനെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ചരിത്ര സ്ഥലങ്ങളുടെ തനിമ നിലനിർത്തി ആധുനികമായ രീതിയിൽ ഒരുക്കിയിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രാലയം. മീഡിയ 1 ജിദ്ദ. അബുദാബിയിൽ അനധികൃതമായി മാലിന്യം തള്ളുന്നവർ സൂക്ഷിക്കുക. നിങ്ങൾ ഉപഗ്രഹ നിരീക്ഷണത്തിലാണ്. അൽ ഐൻ മേഖലയിലാണ് അനധികൃത മാലിന്യ കേന്ദ്രങ്ങൾ സാറ്റലൈറ്റ് വഴി നിരീക്ഷിക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇതുവഴി 150 അനധികൃത കേന്ദ്രങ്ങൾ ഉപഗ്രഹം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തു. നേരത്തെ 43 കേന്ദ്രങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായിരുന്നത്. അടുത്ത ഘട്ടത്തിൽ നിരീക്ഷണം അബുദാബിയിലെ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കുവൈത്തിലെ പ്രവാസി ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിച്ചു. കുവൈത്ത് സിറ്റിയിലെ മുർഖാബ് പ്രദേശത്തെ ഹോളി ഫാമിലി കത്തീഡ്രലിൽ നടന്ന പ്രത്യേക കുർബാനയിൽ വിവിധ രാജ്യങ്ങളിലെ വിശ്വാസികൾ പങ്കെടുത്തു. കുവൈത്ത് സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് റിച്ച് ചർച്ച് ഇടവകയുടെ ജനന പെരുന്നാൾ ശുശ്രൂഷയും കുർബാനയും നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടന്നു. ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ നെടുവകാട്ടിന്റെ സാന്നിധ്യത്തിൽ ഫാദർ ടിജു വർഗീസ് പൊൻപള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മതസ്വാതന്ത്ര്യവും സമാധാനപരമായ സഹവർത്തിത്വവും ഉറപ്പാക്കുന്ന രാജ്യമായ കുവൈത്തിനോട് വിശ്വാസികൾ നന്ദി രേഖപ്പെടുത്തി. ഒമാനിലെ നോർത്ത് ഷർഖിയ ഗവർണറേറ്റിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബനി ഖാലിദിനെ ബന്ധിപ്പിക്കുന്ന വൻകിട റോഡ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 50% പൂർത്തിയായി. 13 ദശലക്ഷത്തിലധികം റിയാൽ ചെലവിലാണ് ഗതാഗത മന്ത്രാലയം പദ്ധതി നടപ്പിലാക്കുന്നത്. 9 കിലോമീറ്റർ നീളമുള്ള പുതിയ പാത വാദി ബനി ഖാലിദ് പോലീസ് സ്റ്റേഷന് സമീപമുള്ള മനാഖ് പ്രദേശത്ത് നിന്ന് ആരംഭിച്ച് മുസേറി ഗ്രാമത്തിലാണ് അവസാനിക്കുന്നത്. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ ഈ പാതയിൽ മഴക്കാലത്തെ സുരക്ഷ കണക്കിലെടുത്ത് വിപുലമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും സുരക്ഷാ ബാരിയറുകളും ഒരുക്കുന്നുണ്ട്. റിയാദിൽ നിയമവിരുദ്ധമായി വാടക വർദ്ധിപ്പിക്കുന്നവർക്കെതിരെ നടപടിയുമായി സൗദി അറേബ്യ. നിയമാനുസൃതമല്ലാതെ വാടക വർദ്ധിപ്പിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ കെട്ടിട ഉടമ തുക തിരുത്തി നിശ്ചയിക്കണം. നിയമലംഘനം നടത്തുന്ന കെട്ടിട ഉടമകൾക്കെതിരെ വാടകക്കാരന് ഇജാർ പ്ലാറ്റ്ഫോം വഴി പരാതി നൽകാം. റിയാദിൽ 5 വർഷത്തേക്ക് വാടക വർധന വിലക്ക് നിയമം നടപ്പാക്കിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം.
മക്ക ഹറമിൽ രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പ്രശംസിച്ച സൗദി ആഭ്യന്തരമന്ത്രി. ഹറമിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ ആളെയാണ് ജീവൻ പണയം വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതോടെ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഹറം പള്ളിക്കകത്തെ മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് പതിക്കുന്നയാളെ ജീവൻ പണയപ്പെടുത്തിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ രക്ഷാപ്രവർത്തനം. താഴേക്ക് നേരിട്ട് പതിക്കുന്നത് തടയാൻ സ്വന്തം കൈകൾ കൊണ്ട് പിടിച്ചാണ് ജീവൻ രക്ഷിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. ഇതിനു പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ റയാൻ ബിൻ സയീദ് ബിൻ യാഹിയ അൽ അഹമ്മദിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൗദി ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൌദ് ബിൻ നായിഫ് ഫോണിൽ നേരിട്ട് വിളിച്ച് അഭിനന്ദനമറിയിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനപ്പുറം ഹറമിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സൈനികർ നിർവഹിക്കുന്ന ഉന്നത മൂല്യങ്ങളുടെ പ്രതിഫലനമാണെന്ന് മന്ത്രി പറഞ്ഞു. കാർട്ടൂണുകളായും പോസ്റ്റുകളായും സോഷ്യൽ മീഡിയയിൽ ഉദ്യോഗസ്ഥന് അഭിനന്ദന പ്രവാഹമാണ്. أحسنتم كأنكم تشيرون إلى ما حصل قبل يومين في موضوع من ألقى نفسه من الدور العلوي في المسجد الحرام. والحقيقة أني أحب أن أؤكد على إخوان المسلمين مكانة الحرمين. ഹറമിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്ന് ഇമാമും ഇരുഹറം കാര്യവിഭാഗ മേധാവി കൂടിയായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ് പറഞ്ഞു. മീഡിയ 1 മക്ക. ജലാശയത്തിൽ മുങ്ങിത്താഴ്ന്ന 3 വയസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബഹ്റൈനിൽ ആദരം. സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിലെ പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് മജീദ്, ബിലാൽ അക്ബർ എന്നിവരെയാണ് പോലീസ് മേധാവി ആദരിച്ചത്. സംയോജിതമായ ഇടപെടലിലൂടെ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയും ഉത്തരവാദിത്വ ബോധത്തെയും പ്രശംസിച്ച പോലീസ് മേധാവി അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സേനയുടെ കാര്യക്ഷമത പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ പ്രവൃത്തിയെന്നും കൂട്ടിച്ചേർത്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അറബ് പൗരന് ബഹ്റൈനിൽ 2 വർഷം തടവ് ശിക്ഷ. പൊതുമര്യാദ ലംഘിച്ചതിനും അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തിയതിനും സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചതിനുമാണ് ശിക്ഷ. അശ്ലീല വീഡിയോകൾ വിതരണം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ കൈവശം വെച്ചതിന് 1000 ദിനാർ പിഴയും കോടതി വിധിച്ചു. ഇതിനു പുറമെ പ്രതിയുടെ മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ബഹ്റൈനിൽ നിന്ന് നാട് കടത്താനും ഉത്തരവുണ്ട്. ദേശീയ വനവൽക്കരണ പദ്ധതിയിൽ വൻ മുന്നേറ്റവുമായി ബഹ്റൈൻ. 2035ഓടെ 36 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന ലക്ഷ്യത്തിന്റെ 67% ഇതിനോടകം പൂർത്തിയായി. വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ബഹ്റൈനിൽ ഇതുവരെ 24 ലക്ഷം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതായി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണവും കാലാവസ്ഥാ മാറ്റത്തെ നേരിടുന്നതിലും ബഹ്റൈന്റെ ദീർഘകാല പ്രതിബദ്ധതയാണ് ഈ മുന്നേറ്റമെന്ന് റിഫ പാലസിൽ വെച്ച് നടന്ന യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി. മലയാളി +1 വിദ്യാർത്ഥിനിയെ ഷാർജയിൽ മരിച്ചു. കണ്ണൂർ പാപ്പനശ്ശേരി സ്വദേശി മുഹമ്മദ് സൈഫിന്റെയും റുബീനയുടെയും മകൾ ആയിഷ മറിയമാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഷാർജ ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥിനിയാണ് ആയിഷ. ഷാർജ പോലീസ് മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തൃശൂർ മേയറാക്കാൻ DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടെന്ന ആരോപണവുമായി മുതിർന്ന കൌൺസിലർ ലാലി ജെയിംസ്. പാർട്ടിക്ക് വേണ്ടിയാണ് പണം ചോദിച്ചത്. മേയറാകാൻ നിജി ജസ്റ്റിൻ പെട്ടിയുമായി പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയെന്നും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചില ആളുകൾ ചേർന്നാണ് മേയർ സ്ഥാനം അട്ടിമറിച്ചതെന്നും ലാലി ആരോപിച്ചു. ലാലി ജെയിംസിന്റെ ആരോപണത്തിൽ DCC പ്രസിഡന്റിനെതിരെ വിജിലൻസിൽ പരാതി നൽകി. DCC പ്രസിഡന്റാണ് എന്നെ വിളിപ്പിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചി ഈ സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടെയും ചോദിച്ചു. എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രസിഡന്റ്, എൻ്റെ കയ്യിൽ 10 രൂപ ഇതിനു വേണ്ടി തരാൻ എൻ്റെ കയ്യിലില്ല. പൈസ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം എന്നെ താഴേക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. കോൺഗ്രസ് കോർപ്പറേഷൻ ഭരണത്തിലേറുന്ന ആദ്യ ദിവസം തന്നെ ശോഭ കെടുത്തുന്നതായി ലാലി ജെയിംസിന്റെ ആരോപണം. KC വേണുഗോപാൽ ഗ്രൂപ്പും ചിലരും ചേർന്ന് ജനഹിതം അട്ടിമറിച്ചു. ഇതിന് ജോസഫ് ടാജറ്റ് കൂട്ടുനിന്നു. ആരോപണങ്ങൾക്ക് DCC പ്രസിഡന്റിന്റെ മറുപടി ഇങ്ങനെ: നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, 4 പ്രാവശ്യം അവർ നിന്നില്ലേ? ആർക്കാ പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? ഏറെ നേരത്തെ ആകാംക്ഷയ്ക്കൊടുവിൽ കോർപ്പറേഷനിലെത്തിയ ലാലി ജെയിംസ് വോട്ട് ചെയ്തു. വോട്ട് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന രാജൻ പലനെതിരെയും ആരോപണം. തന്നെ ആരും അച്ചടക്കം പഠിപ്പിക്കേണ്ടെന്നും ലാലി. എന്നെ അച്ചടക്ക നടപടിയിലേക്ക് വരികയാണെങ്കിൽ അവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട്
10 കൊല്ലം ഇരുന്ന ഒരു മഹാനായിട്ടുള്ള നേതാവുണ്ടല്ലോ രാജമ്പല്ലൻ. ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാം, കുറച്ച് ഘട്ടം കൂടിയും കഴിയട്ടെ. അവസരം കാത്തുനിന്ന CPM വിമർശനവുമായി രംഗത്തെത്തി. തുടക്കം തന്നെ പാളിയതോടെ കോൺഗ്രസ് ഭരണത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലെന്ന് CPM. UDF-ന് അന്തസ്സായി ഭരണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ തൃശൂരിൽ കിട്ടിയ അവസരം കളഞ്ഞു കുളിക്കുകയാണ് കോൺഗ്രസ്. ലാലിയുടെ ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതോടെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിലും അട്ടിമറികളില്ലാതെ മേയറെ തെരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി മേയർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിലെ BJPയുടെ ആദ്യ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു. UDFന്റെ 2 വോട്ട് അസാധുവായി. BJPയിലെ GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടന. ആദ്യമായി UDF അധികാരത്തിൽ വന്ന കൊല്ലം കോർപ്പറേഷനിൽ AK ഹഫീസ് മേയറായി. കോൺഗ്രസിന്റെ ഉദയ സുകുമാരൻ ഡെപ്യൂട്ടി മേയറായി. SDPIയും BJPയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ. കൊച്ചിയിൽ മികച്ച ആധിപത്യത്തോടെ UDFിലെ VK മിനിമോൾ മേയറായി. കോൺഗ്രസിലെ ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയർ. വിദ്വേഷമ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും. തൃശൂർ കോർപ്പറേഷനിൽ UDFിലെ നിജി ജസ്റ്റിൻ മേയറായി. 2 വിമതരുടെ വോട്ടും നിജിക്കാണ് കിട്ടിയത്. കോൺഗ്രസിലെ A പ്രദീപാണ് ഡെപ്യൂട്ടി മേയർ. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി LDFിലെ O സദാശിവൻ സത്യപ്രതിജ്ഞ ചെയ്തു. CPMലെ S ജയശ്രീ ഡെപ്യൂട്ടി മേയറായി. ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി P ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗിലെ KP താഹിറാണ് ഡെപ്യൂട്ടി മേയർ. വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മീഡിയ 1 തിരുവനന്തപുരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് BJPക്ക് ഒരു മേയറെയും ഡെപ്യൂട്ടി മേയറെയും കിട്ടുന്നത്. 45 വർഷത്തെ ഇടതുഭരണത്തിന് ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുക. എല്ലാവരെയും ഒപ്പം നിർത്തുമെന്ന് BJP പറയുന്നുണ്ടെങ്കിലും RSS അജണ്ടകൾ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ കോർപ്പറേഷൻ അങ്കണം സമരഭൂമിയാകുമെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 15 വർഷവും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു BJP. കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 50 വാർഡുകളിൽ ഇത്തവണ BJP ജയിച്ച് ഭരണം ഉറപ്പിച്ചു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് BJPക്ക് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനായത്. VV രാജേഷിന്റെ പേര് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് തന്നെ തഴഞ്ഞതിലെ അതൃപ്തിയിലായിരുന്നു മുൻ DGP കൂടിയായ R ശ്രീലേഖ. ഇതിന്റെ കല്ലുകടി ഉണ്ടെങ്കിലും BJP മുൻ ജില്ലാ അധ്യക്ഷനും നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ VV രാജേഷ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തത് ചരിത്രമായി. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അനുഭവ സമ്പത്തും പരിചയസമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് 100 വാർഡുകളെയും 101 വാർഡുകൾ വരും 101 വാർഡുകളെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായത് GS ആശാനാഥാണ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് GS എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും നഗരത്തിൽ പലതും നടപ്പിലാക്കുമെന്നാണ് BJP അവകാശവാദം. കോർപ്പറേഷനിലെ പ്രതിപക്ഷം വളരെ ശക്തമാണ്. അതിനാൽ കരുതലോടെ മാത്രമേ BJPക്ക് ഭരിക്കാനാവൂ. മീഡിയ 1 തിരുവനന്തപുരം. കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ UDF മേയറായി കോൺഗ്രസ് നേതാവ് AK ഹഫീസ്. 25 വർഷം നീണ്ടുനിന്ന LDF ഭരണത്തിന് വിരാമമിട്ടുകൊണ്ടാണ് കോർപ്പറേഷൻ UDF പിടിച്ചത്. ഡെപ്യൂട്ടി മേയറായി കോൺഗ്രസ് അംഗം ഡോക്ടർ ഉദയ സുകുമാരനെയും തെരഞ്ഞെടുത്തു. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട AK ഹഫീസ് എന്ന ഞാൻ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
LDF കോട്ട തകർത്തുകൊണ്ടാണ് കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചത്. 56 കോർപ്പറേഷൻ കൗൺസിലിൽ 27 UDF അംഗങ്ങളുടെ പിന്തുണയോടെയാണ് INTUC ജില്ലാ അധ്യക്ഷൻ AK ഹഫീസ് മേയറായത്. 2 ഘട്ടമായി നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യ റൗണ്ടിൽ SDP അംഗവും ഹഫീസിന് വോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥി PJ രാജേന്ദ്രന് 16 വോട്ടുകളും NDA സ്ഥാനാർത്ഥി G ഗിരീഷിന് 12 വോട്ടുകളും ലഭിച്ചു. ഭരണം പിടിച്ചത് UDF പ്രവർത്തകർ ആഘോഷമാക്കി. ഡെപ്യൂട്ടി മേയറായി UDFിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഉദയ സുകുമാരനെ തെരഞ്ഞെടുത്തു. LDFും NDAയും മത്സരിച്ചു. 56 അംഗ കൗൺസിലിൽ 27 അംഗങ്ങളുടെ വോട്ട് നേടിയാണ് ഡോക്ടർ ഉദയ സുകുമാരൻ വിജയിച്ചത്. ആക്കോലിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യ റൗണ്ടിൽ BJPക്ക് വോട്ട് ചെയ്തു. അബദ്ധം സംഭവിച്ചു എന്നതാണ് വിശദീകരണം. മേയർക്കും UDF കൗൺസിലർമാർക്കും പൗരസ്വീകരണവും നൽകി. മീഡിയ 1 കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്ത വ്യവസായി D മണി തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് SIT. രമേശ് ചെന്നിത്തല പരാമർശിച്ച പ്രവാസി വ്യവസായിയെ ദൃശ്യങ്ങൾ കാണിച്ചാണ് സ്ഥിരീകരിച്ചത്. ഇയാളോട് ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് SIT നോട്ടീസ് നൽകി. ജനുവരി ആദ്യവാരം ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ മാസം 30-ന് നേരിട്ട് തിരുവനന്തപുരത്തെത്തുമെന്ന് മണി SITയെ അറിയിച്ചു. D മണിക്ക് കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് SIT. ദിണ്ടിക്കലിൽ വെച്ച് ചോദ്യം ചെയ്ത മണി പ്രവാസി വ്യവസായി മൊഴിയിൽ പറഞ്ഞ D മണി തന്നെയെന്ന് SIT സ്ഥിരീകരിച്ചു. മണിയുടെ ദൃശ്യങ്ങൾ പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായിയെ കാണിച്ചായിരുന്നു SITയുടെ സ്ഥിരീകരണം. അന്വേഷണത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു D മണി നടത്തിയതെന്നാണ് SITയുടെ വിലയിരുത്തൽ. D മണി ഇയാൾ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതോടെ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് SIT നോട്ടീസും നൽകി. ഈ മാസം 30-ന് തന്നെ ഹാജരാകാമെന്ന് മണി SITയെ അറിയിച്ചു. തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള SITയുടെ ആസ്ഥാനത്ത് മണി ഹാജരാവും. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് D മണിയിലേക്ക് SIT എത്തിയത്. ഫോൺ നമ്പർ തന്റേതല്ലെന്ന വാദം ശരിയാണോ എന്നത് SIT അന്വേഷിക്കും. D മണിയെ കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രവാസി വ്യവസായിയുടെ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. വിഗ്രഹക്കടത്തുമായി ബന്ധമില്ലെന്നും D മണിയെ അറിയില്ലെന്നുമാണ് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പോറ്റി പറഞ്ഞത്. പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റെ മൊഴിയും SIT രേഖപ്പെടുത്തി. ഇയാളും വിഗ്രഹക്കടത്ത് ആരോപണം തള്ളിയിട്ടുണ്ട്. അതേസമയം ഇറീഡിയം തട്ടിപ്പിനും മണിക്കെതിരെ തമിഴ്നാട്ടിൽ കേസുണ്ടെന്ന് SIT കണ്ടെത്തി. മണിയുടെ വീട്ടിലും സ്ഥാപനത്തിലും നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അന്വേഷണത്തിൽ വഴിത്തിരിവാകും. മണിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടാകുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. മീഡിയ 1 തിരുവനന്തപുരം. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ പോര് മുറുകുന്നതിനിടെ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്ത പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചിട്ടില്ലെന്ന് തെളിയിക്കാനാണ് വീഡിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം തങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയോട് മുഖ്യമന്ത്രി സൗഹൃദ സംഭാഷണം നടത്തുന്നു എന്നായിരുന്നു പ്രചാരണം. സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ ആയുധമാക്കിയതിന് പിന്നാലെയായിരുന്നു പ്രചാരണം. അതിനിടയിലാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്തു നടന്ന പരിപാടിയുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നതായി വീഡിയോയിലില്ല. ശബരിമലയിലേക്ക് ഭീമ സ്പോൺസർ ചെയ്ത ആംബുലൻസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി തിരികെ പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ അത്തരം ആരോപണങ്ങൾ തങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും. അതിനിടെ AI നിർമ്മിതമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദം പങ്കിടുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യത്തിനെതിരെ പോലീസ് കേസെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന പോലെയാണ് മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളക്കേസിലേക്ക് സോണിയാഗാന്ധിയുടെ പേരുകൂടി വലിച്ചിടുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേസിന് എങ്ങനെ മാറ്റാൻ ശ്രമിച്ചാലും ഉന്നതനെ അടക്കം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ കോൺഗ്രസ് സമരവുമായി മുന്നോട്ട് പോകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വെപ്രളവും കൊണ്ട് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നു പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചെയ്യുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാ? സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നു. സോണിയാഗാന്ധി പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോറ്റിക്ക് കടത്താൻ അവസരം ഉണ്ടാക്കി? ഉന്നാവ കേസിൽ CBI സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ നൽകിയത്.
കുൽദീപിന്റെ ശിക്ഷ മരവിപ്പിച്ച നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. വ്യാപക വിമർശനം ഉയർന്നതിന് ഇടയിലാണ് ഇത്തരത്തിലൊരു അപ്പീലുമായി മുന്നോട്ട് പോകുന്നത്. സജു തോമസ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സജു, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിന, ഉന്നാവ് കേസുമായി ബന്ധപ്പെട്ട് CBI ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. BJP നേതാവും മുൻ MLA-യുമായിരുന്ന കുൽദീപ് സെഗർവാളിന്റെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി വിധി. ഡൽഹി ഹൈക്കോടതിയാണ് ശിക്ഷ മരവിപ്പിച്ചത്. അപ്പീൽ സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ CBI സമർപ്പിച്ചിരിക്കുന്നത്. മരവിപ്പിച്ചതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ CBI സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 2017 ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് മുൻ BJP MLA ആയിരിക്കുന്ന കുൽദീപ് സെഗർവാളിനെ വിചാരണ കോടതി ശിക്ഷിച്ചത്. എന്നാൽ ഇത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹി ഹൈക്കോടതി ഈ ശിക്ഷ റദ്ദ് ചെയ്തത്. അതിനെതിരെയാണ് ഇപ്പോൾ CBI ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് നേരത്തെ തന്നെ അതിജീവിതയും അതോടൊപ്പം തന്നെ മറ്റു ചില സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ CBI തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ജീന. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. നാളെ രാവിലെ വരെ രാജ്യത്ത് മഞ്ഞുമൂടിയ കാലാവസ്ഥയുണ്ടാകുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഖത്തർ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. കടൽത്തീരത്ത് ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. പാലക്കാട് മലമ്പുഴ ഫാന്റസി പാർക്കിൽ പുതിയ റെയ്ഡുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പുതുതായി 3 റെയ്ഡുകളാണ് ഒരുക്കിയിരിക്കുന്നത്. മലമ്പുഴ MLA A പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കായ ഫാന്റസി പാർക്ക് എന്നും പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. 50 അടി ഉയരത്തിൽ വരെ പോകാൻ കഴിയുന്ന യന്ത്രത്തോണിയിൽ കയറിയ MLA A പ്രഭാകരൻ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇവിടെ വന്ന് രാവിലെ ഒരു ടിക്കറ്റ് വാങ്ങിയിട്ട് ഉള്ളിൽ കയറിയ എല്ലാം കണ്ട് വൈകുന്നേരം വരെ പിന്നെ ഭക്ഷണത്തോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഫാന്റസി പാർക്കിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള റൈഡുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പൈററ്റ് ഷിപ്പ്, എനർജി ക്ലോ, അങ്ങനെ 2 ഫാമിലി റൈഡും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റൈഡാണ്. 50 അടി മുകളിലേക്ക് പോകും ഈ പൈററ്റ് ഷിപ്പ്. എനർജി ക്ലോ 360 ഡിഗ്രി തലകീഴായി ഓടുന്ന ഒരു റൈഡാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ സന്തോഷം തരുന്ന റൈഡാണ്. കൂടുതൽ റൈഡുകളും സജ്ജീകരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി നിരവധി പേരാണ് ദിനംപ്രതി ഫാന്റസി പാർക്കിൽ എത്തുന്നത്. മലമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ സുമലത, ഫാന്റസി പാർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജയൻ TS, ഡയറക്ടർ ഡിത്തു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 പാലക്കാട്. പക്ഷികൾ സംസാരിച്ചാൽ എങ്ങനെയുണ്ടാകും? അതും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി. ആലപ്പുഴയിലെ കളക്ടറേറ്റിന് മുന്നിലെ കളർ കോഴികൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് പറഞ്ഞനെ എന്ന് നോക്കാം. ഈ റിപ്പോർട്ടോടുകൂടി മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നോക്കി നിൽക്കുന്നവർക്ക് കൗതുകമായിരിക്കാം. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ പാരതന്ത്ര്യം അനുഭവിക്കുന്ന എനിക്ക് അതത്ര രസമല്ല. യജമാനൻ ഈ താലോലിക്കുന്നത് വിൽക്കാനാണ്. ഇത്രയും വലിയ വർണ്ണക്കൂട്ടിൽ നിന്നും എപ്പോഴാണ് എൻ്റെ അവസരമെന്ന ശങ്കയിലായിരുന്നു ഞാൻ. അല്ലേലും ഈ ചെറിയ ചെറുകൾ കൊണ്ട് എത്രമാത്രം ഓടി ഞാൻ. അതാ കൂടുമായി യജമാനനെത്തി. ഇന്ന് ഈ കളക്ടറേറ്റിന് മുന്നിലെ അഭയം കഴിഞ്ഞു. ഹാവു, എന്നെയല്ല, വേറെ ഏതോ ഹതഭാഗ്യം. എൻ്റെ അവസരം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ദേ തീറ്റ വന്നു, ഇനി അതിന് പിറകെ ഓടാം. അപ്പോൾ ദേ എല്ലാവരും എൻ്റെ പിറകെ. കഷ്ടം, വീണ്ടും സന്ദർശകർ എത്തുന്നുണ്ടല്ലോ. എന്തിനാ അവർ ഇത്ര കൗതുകത്തോടെ എന്നെ നോക്കുന്നത്? പാരതന്ത്രത്തിന് ഇത്ര ഭംഗിയുണ്ടോ? എൻ്റെ അവസരം എന്നെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും വിഖ്യാത കവി മായ ആഞ്ചലോ എഴുതിയതുപോലെ, കൂട്ടിലകപ്പെട്ട പക്ഷി, നിന്റെ ശബ്ദം അങ്ങ് കുന്നിൻ മുകളിൽ വരെ കേൾക്കാം. കാരണം
നീ പാടുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1, ആലപ്പുഴ.